ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പാകം ചെയ്യാൻ പോകുന്നത് നെയ്മീൻ പൊള്ളിസാണ്. നാടൻ രീതിയിൽ വാഴയിലയിൽ എളുപ്പത്തിൽ രുചികരമായി എങ്ങനെ നമുക്ക് നെയ്മീൻ പൊള്ളിസ് എടുക്കാം എന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു 300 ഗ്രാം നെയ്മീൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി അതിലേക്ക് നമ്മുടെ മസാല കുറച്ച് പരട്ടി കൊടുക്കാം. അത് നമ്മുടെ നാടൻ ഫിഷ് ഫ്രൈയുടെ മസാല തന്നെയാണ് നമ്മൾ പരട്ടി കൊടുക്കുന്നത്. ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് പരട്ടിയാൽ മതി. നമ്മുടെ നെയ്മീൻ കഷ്ണം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മസാല ലൈറ്റായിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ നെയ്മീൻ്റെ പീസ് നമുക്ക് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഒരു ഹാഫ് ഫ്രൈ ചെയ്താൽ മതി. ബാക്കി ഇത് മസാലയിൽ കിടന്ന് ഇത് വേവേണ്ടതാണ്. നമ്മുടെ ഫിഷ് ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് ഏകദേശം ഹാഫ് ഫ്രൈ ആയിട്ടുണ്ട്. നമ്മുടെ ഫിഷ് ഏകദേശം ഒരു 80% ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. നമ്മുടെ നെയ്മീൻ പൊള്ളിച്ചതിൻ്റെ മസാലയ്ക്ക് ആവശ്യമായിട്ട് നമ്മളൊരു 200 ഗ്രാം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ മീൻ വറുത്തെടുത്ത എണ്ണയിൽ തന്നെ ഒന്ന് വാട്ടിയെടുക്കാം നമുക്ക്. അതോടൊപ്പം ഒരു കഷ്ണം ഇഞ്ചി കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി, നമ്മുടെ ചെറിയുള്ളിയൊക്കെ ഹാഫ് ബോയിൽ ആയിട്ടുണ്ട്. ഒരു പാതി വെന്ത് കിട്ടിയാൽ മതി. അതിന് ശേഷം അതിനപ്പുറം നമുക്ക് തക്കാളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ വീടുകളിൽ ഇത് പാകം ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചെറിയുള്ളി ഇത്രയും അവൈലബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ നമുക്ക് സവോള ഉപയോഗിച്ചും ഇതിങ്ങനെ വാട്ടിയതിൻ്റെ മസാല നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ കൂടുതൽ രുചി കിട്ടുന്നത് നമ്മൾ ചെറിയ ഉള്ളിയിൽ ചെയ്യുമ്പോഴാണ്. നമ്മുടെ തക്കാളി ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു പിഞ്ചാണ് നമ്മൾ ചേർക്കുന്നത്. മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഫിഷ് മസാല നമ്മൾ 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. 2 ടീസ്പൂൺ നിറച്ചാണ് ചേർത്തിരിക്കുന്നത്. അല്പം ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി സ്റ്റവ് ഓൺ ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. നമ്മൾ വെളിച്ചെണ്ണ തീരെ കുറച്ചാണ് ചേർത്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ വാഴയില നമ്മൾ പൊള്ളിക്കുമ്പോൾ എണ്ണ അധികമാണെങ്കിൽ എണ്ണ ഒലിച്ചിറങ്ങാൻ സാധ്യതയുണ്ട്. നമ്മുടെ മസാലകളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ നെയ്മീൻ പൊള്ളിച്ചതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മസാലകളെല്ലാം ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ആദ്യം അല്പം കടുക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു പിഞ്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക്. ഓക്കെ, അതോടൊപ്പം നമുക്ക് കറിവേപ്പിലയും ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അല്പം ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാലയ്ക്ക് ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. മസാല നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഒപ്പം നമുക്ക് നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാല അരച്ച അതിൻ്റെ ബാക്കി വെള്ളമാണ്.
അതുകൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് ഇതിൻ്റെ മസാലകളെല്ലാം പാകത്തിന് കുറുകി വെന്ത് നല്ലൊരു കളറും കൂടെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അടുത്തത് നമുക്ക് ഇതിലേക്ക് കുടംപുളിയുടെ നീര് ചേർത്ത് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെള്ളം എടുത്തതാണ്. നമ്മുടെ മസാല ഏകദേശം ഒരു 90% പൂർത്തിയായിരിക്കുകയാണ്. നല്ല ഫ്ലേവറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ എരിവും പുളിയും ഉപ്പും എല്ലാം നമുക്കൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായി കുറുകിയ തേങ്ങാപ്പാൽ ഒരല്പം ചേർത്ത് കൊടുക്കാം. നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്ത് അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. വെളിച്ചെണ്ണ വളരെയധികം കുറച്ച് ചേർക്കുന്ന കാരണം നമ്മൾ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം. മൺചട്ടിയിലാകുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, പ്രത്യേക ഒരു സ്വാദ് തന്നെയാണ്. ഓക്കെ, നമ്മുടെ മസാല റെഡിയായി. ഇനി നമുക്ക് ഇത് ഫിഷിലേക്ക് ചേർക്കാം. നമ്മളൊരു വാഴയില എടുത്ത് വാട്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ മസാല നിറച്ച ഫിഷൊക്കെ മസാല പുരട്ടി നമുക്കിത് പൊള്ളിച്ചെടുക്കാം. നമ്മുടെ മസാല അല്പമായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ നന്നായിട്ട് മസാല കൊണ്ട് ഒന്ന് പൊതിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു പച്ചമുളക് വയ്ക്കാം. കുറച്ച് കാഷ്നട്ട് ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം നമ്മുടെ ഒണിയൻ ഫ്രൈ ചെയ്ത്, സവോള ഫ്രൈ ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം നമുക്ക് ഒരു 2 കഷ്ണം തക്കാളി കൂടി വെച്ച് കൊടുക്കാം. ഫിഷ് പൊള്ളിച്ചുള്ള മസാലയും കാര്യങ്ങളെല്ലാം നമ്മൾ ചേർത്ത് ഇലയിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്രില്ല് ചെയ്തെടുക്കാം. നമ്മുടെ പൊള്ളിച്ചത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള പാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമ്മുടെ പൊള്ളിച്ച മീൻ വെച്ച് കൊടുക്കാം. നമുക്കൊരു കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. നമ്മുടെ പൊള്ളിച്ചതിൻ്റെ ഒരു വശം ഏകദേശം ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പൊള്ളിച്ചത് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇനി ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. നമ്മുടെ പൊള്ളിച്ചത് നമുക്കൊന്ന് തുറന്നു നോക്കാം. നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. നമ്മുടെ നെയ്മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ നെയ്മീൻ പൊള്ളിച്ചത് നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. തക്കാളിയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉടഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. മസാലകളെല്ലാം നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ആഹാ, നല്ല ഫ്ലേവർ വരുന്നു. നമ്മുടെ നെയ്മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. നല്ല ഫ്ലേവറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. മസാലയെല്ലാം നന്നായിട്ട് ഇതിൽ ചേർന്ന് പിടിച്ചിരിപ്പുണ്ട്. ഒട്ടും എണ്ണമയം ധാരാളം ഒന്നുമില്ല. നമുക്ക് അല്പം തേങ്ങാപ്പാൽ ഒഴിച്ച് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നെയ്മീൻ പൊള്ളിച്ചത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. തീർച്ചയായും വീടുകളിൽ നിങ്ങളിത് ട്രൈ ചെയ്യണം. നമുക്ക് എളുപ്പത്തിൽ രുചികരമായി വേഗത്തിൽ പാകം ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിത് പാകം ചെയ്തിരിക്കുന്നത്. ചപ്പാത്തിയുടെയും ബ്രെഡിൻ്റെയും പൊറോട്ടയുടെയും എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് സ്വാദിഷ്ടമായി നമുക്ക് കഴിക്കാവുന്ന ഒരു ഡിഷാണിത്. തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്യണം. അപ്പോൾ അതോടൊപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ രേഖപ്പെടുത്തണം. അടുത്ത ഒരു വീഡിയോയിൽ പുതിയ ഒരു നാടൻ വിഭവവുമായി വീണ്ടും കാണാം.